ഹലോ, സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ ഒരു സുഗമോ ദേവിയിലെ പുതിയ ശത്രു, നമ്മുടെ പ്രഭാവതിയുടെ പുതിയ ശത്രുവും ത്യാഗരാജനും കൂടി കൈകോർത്ത് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തെ താറുമാറാക്കാൻ പോകുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ശത്രുവായിട്ട് എന്താണ് നമ്മുടെ പ്രഭാവതിക്ക് ബന്ധം, എങ്ങനെ ഈ ശത്രുത വന്നു എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അത് പോയിട്ട് നമ്മൾ ഈ ശത്രുവിന്റെ ആ ഒരു ഫുൾ രൂപം പോലും ശരിക്കും പറഞ്ഞാൽ വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഊഹിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഇവർക്ക് ഇത്രയും മാത്രം പക പ്രഭാവതിയോട് എങ്ങനെ വന്നു? ഇനി പ്രഭാവതിയും നമ്മുടെ ഈ പുതിയ ശത്രുവും തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്തതാകുമോ? ഇനി സിദ്ധാർത്ഥനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ ഈ പുതിയ ശത്രുവിന്? അത് കാരണം നമ്മുടെ സിദ്ധാർത്ഥനെയും ഇല്ലാതാക്കണം, സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും തീർക്കണം എന്നൊക്കെ ഇവർ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും ഇനി വരുന്ന കഥ അല്ലേ കൂട്ടുകാരെ? ഓരോ മാസവും ഓരോ കഥയിലോട്ട് ഇങ്ങനെ നമ്മുടെ സുഗമോദേവി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനിയിപ്പോ പുതിയ ശത്രുവിന് ഇന്ന് ആ ഒന്ന് മുഖമെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു അല്ലേ കൂട്ടുകാരെ. അപ്പുറത്ത് നമ്മുടെ തനുജയും കട്ട വാശിയിൽ തന്നെയാണ്, ചന്ദ്രോത്ത് കുടുംബം താൻ താറുമാറാക്കും എന്ന് കടുത്ത വാശിയിൽ തന്നെയാണ്. മേരി തോമസ് തനുജോട് പറയാനും പോകുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാർ അല്ല, ബലരാമനാണ് നിന്റെ അച്ഛൻ, ഞാനാണ് നിന്റെ അമ്മ എന്ന്. അങ്ങനെയെങ്കിലും നമ്മുടെ തനുജയുടെ ചന്ദ്രോത്ത് കുടുംബത്തോടുള്ള ഒരു പക അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു അല്ലെ. ഇപ്പുറത്ത് നമ്മുടെ കാട്ടൂരാൻ വക്കീൽ കഠിന പ്രയത്നം നടത്തുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ വേണ്ടി അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.